ഇപ്പോൾ ഇങ്ങനെ വന്ന പശ്ചാത്തലത്തിൽ 113 ബസ് ഞങ്ങൾക്ക് തരാം, KSRTC സ്റ്റാൻഡിൽ ഇനി ഇടാൻ പറ്റില്ല എന്നൊക്കെ വാർത്തകളുണ്ട്. ഞാൻ അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാർത്തകളുണ്ട്. ബസ്സുകൾ KSRTC സ്റ്റാൻഡിൽ തന്നെ തന്നെ ഞങ്ങൾ കിടക്കുള്ളൂ എന്ന് ബസ്സുകൾക്ക് നിർബന്ധമൊന്നുമില്ല. കോർപ്പറേഷൻ ഇഷ്ടംപോലെ സ്ഥലം വേക്കൻറ്റ് ലാൻഡുണ്ട്. അങ്ങനെ ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ 100 1000 ബസ്സൊക്കെ ഇടാനുള്ള സ്ഥലമൊക്കെ കോർപ്പറേഷനുണ്ട്. പക്ഷേ ഞങ്ങളിപ്പോൾ അത്തരത്തിലുള്ള ആലോചനയൊന്നുമില്ല. അങ്ങനെയുള്ള ആലോചനയൊന്നുമില്ല. മറ്റൊന്ന്, ഇനി വേറെ ഒരു സാഹചര്യത്തിൽ പുതിയ ബസ്സുകൾ പുതിയൊരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഈ അനുഭവം മുൻനിർത്തിക്കൊണ്ട്, ഈ കരാർ എഴുതി വെച്ചിട്ട് കരാർ ലംഘിച്ച അനുഭവം മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരുപക്ഷെ കൗൺസിൽ ചർച്ച ചെയ്യാനുള്ള അധികാരം കൗൺസിലിനുണ്ടെന്നുണ്ടെങ്കിൽ നിയമവിദഗ്ധരുമായിട്ട് ആലോചിച്ചിട്ട് അക്കാര്യങ്ങൾ ചർച്ച ചെയ്യും. കാരണം ബസ് നടത്തുന്നത് സ്വകാര്യ വ്യക്തികൾ തന്നെ 100 കണക്കിന് ബസ് ഓടിക്കുന്നില്ലേ? സ്വകാര്യ വ്യക്തികൾ തന്നെ 1 2 ബസ് വാങ്ങിയ വ്യക്തികൾ 100 കണക്കിന് ബസ്സുകൾ ഓടിച്ച് വിജയകരമായി മുന്നോട്ട് പോകുന്ന ഉദാഹരണങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും പുതിയ ബസ്സൊക്കെ തന്നെ കേന്ദ്ര സർക്കാർ സൗജന്യമായി നാടിൻ്റെ വികസനത്തിന് വേണ്ടി കൊടുക്കുന്നൊരു ഘട്ടം വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ അക്കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടതായിട്ട് വരും.